ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് വീഡിയോയുടെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദിസ് ഈസ് ആൻ ഓണം സെലിബ്രേഷൻ വ്ലോഗ്. ആൻഡ് ഇത് അമ്മയും കുഞ്ഞമ്മയൊക്കെ പോകുന്ന ജിമ്മിലെ ഒരു ഓണം സെലിബ്രേഷൻ വ്ലോഗാണ്. ഇടാനായിട്ട് കുറച്ചൊന്ന് വൈകിപ്പോയി, എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. കുറേ അധികം പ്രോഗ്രാംസ് ഉണ്ടായിരുന്ന ഒരു അടിപൊളി ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഇനാഗുറേഷൻ പ്രോഗ്രാമൊക്കെയാണ്. വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും ഇനാഗുറേഷനൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് അതേപോലെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. കൂടാതെ ബെൽ ബട്ടനോട് എനേബിൾ ചെയ്യുക. സോ ദാറ്റ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് പരിപാടികളൊക്കെ സ്റ്റാർട്ടാക്കാം. ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം വന്നിട്ട് തിരുവാതിരയായിരുന്നു. കുറച്ച് ദിവസത്തെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവർക്കും കളിക്കാനായിട്ട് പറ്റി. നല്ല രീതിയിൽ തന്നെ അവർ പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ തിരുവാതിര കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ തിരുവാതിര കളിക്കാനുള്ള കാരണം നമുക്ക് വേറെയും ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ തിരുവാതിരയൊക്കെ കളിച്ചത്. പിന്നെ ഇനിയും വേറെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഡാൻസ് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം വന്നിട്ട് മുട്ടായി പെറുക്കലാണ്. ഇവിടെ കൊച്ചു കുട്ടികളുടെ മുട്ടായി പെറുക്കലുണ്ട്, അതേപോലെ കുറച്ച് വലിയ കുട്ടികളുടെ ഉണ്ട്, പിന്നെ സീനിയേഴ്സിൻ്റെ മുട്ടായി പെറുക്കലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും കൊച്ചു കുട്ടികളുടെ മുട്ടായി പെറുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത കുറച്ചുകൂടെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ആയിരുന്നു. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഇവിടെ മുട്ടായി പെറുക്കൽ നടന്നുകൊണ്ടിരിക്കുക. നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. മുട്ടായി പെറുക്കൽ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടിയാണ് കസേരകൾ കേട്ടോ. ഒട്ടുമിക്ക എല്ലാവരും തന്നെ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. കുറേ ആൾക്കാരുള്ളത് കാരണം ഒത്തിരി നേരം ഉണ്ടായിരുന്നു ഗെയിംസൊക്കെ. കാരണം ഒട്ടുമിക്ക എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു. കസേരകൾക്ക് ശേഷം പിന്നീട് ഒരു പാട്ടായിരുന്നു. പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നമ്മളുടെ ഗ്രൂപ്പ് ഡാൻസ് ആണ്.
അടുത്തത് ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഞാനും അമ്മയും കുഞ്ഞമ്മയും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ജിമ്മിലുള്ളതല്ലെങ്കിലും ഞാൻ ഇവർക്ക് സ്റ്റെപ്പൊക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പഠിപ്പിക്കാനായിട്ട് പോയതാണ്. അങ്ങനെ പഠിച്ച് ഞാനും അവരുടെ ഡാൻസ് കളിക്കുകയാണ്. ഈ ഒരു ഡാൻസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു ഡാൻസിന്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞങ്ങൾ ആരും തന്നെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരല്ല. എല്ലാവരും പല പല ഏജ് ഗ്രൂപ്പിലാണ്. അതിൽ എൻ്റെ ഏജിലുള്ള ആൾക്കാരുണ്ട്, അതിൽ കുറച്ചും കൂടെ മുതിർന്ന ആൾക്കാരുണ്ട്, എൻ്റെ അമ്മയുടെ ഏജിലുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇത്രയും ഏജ് ഡിഫറൻസ് ഉണ്ടായിട്ട് പോലും നമ്മളെല്ലാവരും തന്നെ അവരവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ ആ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചെടുത്തു എന്നുള്ളതാണ്. കാരണം ഗ്രൂപ്പ് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാവരും സ്റ്റെപ്സ് പാടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നാലും എല്ലാവരും വീട്ടിലൊക്കെ പോരുന്ന് പഠിച്ചെടുത്തിട്ട് തന്നെയാണ്, അതായത് എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് തന്നെയാണ് കേട്ടോ ഈ ഡാൻസ് ഞങ്ങൾ കളിച്ചത്. പ്രോഗ്രാംസ് മാക്സിമം കളറാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഡാൻസ്? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി സദ്യയാണ്. ഇതായിരുന്നു കേട്ടോ ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റ് ഓണസദ്യ. ആൻഡ് ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. അപ്പം നമ്മുടെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ബ്രേക്ക് ആയിരുന്നു. കാരണം ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കഴിച്ച് കഴിയണമല്ലോ. അപ്പം നമ്മളൊക്കെ രണ്ടാമത്തെ പന്തിയിലാണ് കഴിച്ചത്. അപ്പം എന്നിട്ട് ഞങ്ങളിവിടെ റെസ്റ്റൊക്കെ എടുക്കുകയാണ്. കുറച്ച് ബാക്കി ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഇട്ട് ടച്ചപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആ ടീം. എല്ലാവരും നല്ല അടിപൊളി വൈബുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഇനി ആഫ്റ്റർനൂൺ പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ട് കലവഴി മത്സരം, അങ്ങനത്തെ ഓരോരോ പ്രോഗ്രാംസാണ്. വടംവലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ നാട് മത്സരം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കലവഴി മത്സരമാണ്. ഇതും സെയിം തന്നെ, കുട്ടികളും ഉണ്ട് മുതിർന്ന ആൾക്കാരും ഉണ്ട്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കൊച്ചു കുട്ടികളായിരുന്നു, പിന്നെ അതിനുശേഷം മുതിർന്ന ആൾക്കാർ, അങ്ങനെയായിരുന്നു കേട്ടോ. ഷെറിന് ചേച്ചിയും കുഞ്ഞമ്മയും അതേപോലെ സിന്ധു ആൻറ്റിയും എല്ലാവരും കലവടി മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവരും അടുത്ത് വരെ എത്തിയെങ്കിലും അളന്ന് തൂക്കിയൊക്കെയാണ് അടുത്ത് വരെ എത്തിയത്. പക്ഷെ അടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. പാർട്ടിസിപ്പേഷൻ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, നമ്മളൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ ഇതെല്ലാം നടത്തുന്നത്.
വളരെ നീണ്ട നേരത്തെ കലവടി മത്സരത്തിന് ശേഷം അടുത്ത ഗെയിമാണ് ഇത് എൻ്റെ നാട് മത്സരം. ഇതൊരു പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഗെയിമാണ്. ഈ ജിമ്മിൻ്റെ ട്രെയിനറായ അജീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഗെയിമാണ്. എന്താണെന്ന് ആർക്കും ഐഡിയ ഇല്ലായിരുന്നു, പുള്ളിക്ക് മാത്രമേ കാര്യം അറിയുള്ളായിരുന്നു. ആൻഡ് പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എല്ലാ ആൾക്കാരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള, ആരും മാറിയിരിക്കുന്നില്ല, എല്ലാ ആൾക്കാരും ഒരുമിച്ച് കളിക്കുന്ന ഒരു ഗെയിം തന്നെയാണിത്. പക്ഷെ കൊള്ളാം, നല്ലൊരു ഗെയിമായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കളിക്കുകയാണ് ഇതേ ടൈപ്പ് ഗെയിംസൊക്കെ. ആക്ച്വലി ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ഇതേപോലെ ഓടും. താഴെ നമ്മൾ കോളം ഇതിൽ 4 കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കോളത്തിലും ഓരോ സ്ഥലത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ പാട്ട് നിൽക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ റാൻഡമായിട്ട് ഓരോ കോളത്തിലേക്ക് ഓടിക്കയറണം. എന്നിട്ട് ഇവിടെ ഒരു ലോട്ടിടും. അതിൽ ഏത് സ്ഥലമാണോ വരുന്നത് ആ സ്ഥലത്ത് നിൽക്കുന്ന അത്രയും പേര് ഒരുമിച്ച് ഔട്ടാവും. അങ്ങനെ ഔട്ടായി ലാസ്റ്റ് ഒരാൾ വരും. അതാണ് ഗെയിം. ഇത്രയും പേരിൽ നിന്ന് ലാസ്റ്റ് കളിച്ച് ഒരാൾ വരും. അതാണ് നമ്മുടെ ഗെയിം വരുന്നത്. കൊള്ളായിരുന്നു, നല്ല അടിപൊളി ഗെയിമായിരുന്നു. നമ്മുടെ ബാലാധകനാണ് എടുക്കുന്നത്. ഫൈനലി നമ്മുടെ എൻ്റെ നാട് മത്സരത്തിൻ്റെ കപ്പ് കൊണ്ടുപോയത് ഒരു കൊച്ചു മിടുക്കനായിരുന്നു കേട്ടോ. ഇനി അതിനുശേഷം വീണ്ടും ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ജിമ്മിൽ തന്നെ വേറെ കുറച്ച് ആൾക്കാരുടെ ഡാൻസ് പ്രോഗ്രാംസ് ആയിരുന്നു. ഓരോ സെഷനായിട്ട് ഓരോ ആൾക്കാർ ഡാൻസ് ഉണ്ടായിരുന്നു. തിരുവാതിര ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. ഒരു പീസ് മുട്ട 30 മുട്ടയ്ക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷനിൽ ആര് വിൻ ചെയ്യുമെന്നറിയാനായി നമ്മളുടെ ഒന്ന് പ്രോത്സാഹിച്ചു കൊടുക്കുക. ഓക്കെ, 6ാം സമ്മാനം ഒരു കേസ് മുട്ട അടിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഷരീന. ഒരു കേസ് മുട്ടയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നമ്മൾ എത്തി നിൽക്കുന്നത് ഇതൊരു ചെറിയ നറുക്കെടുപ്പ് പരിപാടിയാണ്. അതിൽ ഒരു 6 സമ്മാനങ്ങളുണ്ട്. അതിൽ ഒരു സമ്മാനമാണ് 2 കേസ് മുട്ട എന്ന് പറയുന്നത്. അത് കിട്ടിയത് അമ്മയ്ക്കാണ്. ആൻഡ് അതേപോലെ പിന്നെ ഒരു കേസ് മുട്ട കിട്ടിയത് ഷെറിന ചേച്ചിക്കാണ്. അങ്ങനെ വേറെ കുറച്ച് സമ്മാനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഗ്ലൗസും ഷേക്കറും അങ്ങനത്തെ കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തിനാണ് ഈ ട്രോഫിയൊക്കെ മേടിച്ചിട്ട് വരുന്നതെന്നല്ലേ. ആക്ച്വലി ഇറ്റ് വാസ് എ സർപ്രൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത്. എനിക്ക് ട്രോഫി തന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ഈ ജിമ്മിലല്ല വർക്കൗട്ട് ചെയ്യുന്നതെന്നും. അപ്പം ഞാനിവിടെ അമ്മയും കുഞ്ഞമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഡാൻസ് ഒക്കെ കളിക്കുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് സ്റ്റെപ്പൊക്കെ ഒന്ന് പഠിച്ച്, എന്നെക്കൊണ്ട് അറിയാവുന്ന പോലെയൊക്കെ സ്റ്റെപ്പൊക്കെ പഠിച്ച് നമുക്ക് ചെയ്യാം. ഒത്തിരി ടഫ് സ്റ്റെപ്പ് എന്നല്ല, സാധാരണ സ്റ്റെപ്സ് ഒക്കെ പഠിച്ച് നമുക്ക് ഡാൻസ് ഒക്കെ പഠിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ചെന്നത്, പഠിപ്പിച്ചതൊക്കെ. അങ്ങനെ പഠിച്ച് ഞാൻ പറഞ്ഞു ഞാനും ഡാൻസ് ഒക്കെ കളിച്ചു. അതിനകത്ത് ബൈ ദ വേ ട്രോഫി തന്നത് ഞാൻ അവിടെ വന്നു, അവർ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു, അവർക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റി എന്നൊക്കെയുള്ളൊരു റീസണിലാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിതെല്ലാം ജസ്റ്റ് സന്തോഷം, ഫൺ, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ ട്രോഫി കാര്യങ്ങളൊക്കെ തരുമെന്നോ അവർ നമ്മളെ അത്ര അക്സെപ്റ്റ് ചെയ്യുമെന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിവേസ് താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തതിലും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ബാക്കി നമ്മൾ തിരുവാതിരയുടെയും ഡാൻസിന്റെയും ഒക്കെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ട്രോഫി കൊടുക്കലിനൊക്കെ ശേഷം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമാണ് വടംവലി. ആൻഡ് ഇവിടെയും കൊച്ചു പിള്ളേരുടെ ഒരു കുഞ്ഞു വടംവലി ഉണ്ടായിരുന്നു, പിന്നെ മെയിൻ ആയിട്ടുള്ള വടംവലി ഉണ്ടായിരുന്നു. വടംവലിക്ക് ശേഷം നമ്മളെല്ലാവരും കൂടെ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തത്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. കൂടെ ബെൽ ബട്ടനോട് എന്നെ വിളിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു ദെൻ ബൈ.